സോ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ആയിരിക്കും. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. ഈ കൈനമാറ്റിക് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് കുറച്ച് പ്രോബ്ലംസ്. സോ ഇനി അങ്ങോട്ടുള്ള ഒരു 1 വീക്ക് ക്ലാസ്സുകളിൽ ഫുള്ള് പ്രോബ്ലംസ് ആയിരിക്കും. കാരണം തിയറിയുള്ളതെല്ലാം നമ്മൾ പ്രോബ്ലത്തിനോടൊപ്പം തന്നെയായിരിക്കും. അതായത് ഈ പ്രോബ്ലത്തിൻ്റെ റിലേറ്റഡ് തിയറികളെല്ലാം പ്രോബ്ലം ചെയ്യുന്നതിനോടൊപ്പം തന്നെയായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. സോ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം, കൈനമാറ്റിക് അനാലിസിസിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. സോ ഒരു കൈനമാറ്റിക് അനാലിസിസിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൽ ഒരു 4 ബാർ മെക്കാനിസം വരയ്ക്കാൻ വേണ്ട ഡയമെൻഷൻസ് എല്ലാം തന്നിരിക്കും. മോസ്റ്റ്ലി ആ 4 ബാർ മെക്കാനിസം തന്നിരിക്കും. അത് മോസ്റ്റ് ഓഫ് ദ കേസസ് 90% 4 ബാർ മെക്കാനിസം തന്നിരിക്കും. ഒരു റഫ് ഫിഗർ തന്നിട്ടുണ്ടാവും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 4 ബാർ മെക്കാനിസം, ഡയമെൻഷൻസ് ആൻഡ് കോൺഫിഗറേഷൻ ഓഫ് 4 ബാർ മെക്കാനിസം ഷോൺ ഇൻ ഫിഗർ 2.7a ആർ എസ് ഫോളോ. സോ ഇതാണ് ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ എല്ലാ ലിങ്കിൻ്റെയും ഡയമെൻഷൻസ് AB 300 mm, BC 360 mm, CD 360 mm, AD 600 mm. ഇത് കൂടാതെ ആംഗിൾ BAD 60 ഡിഗ്രി ഇത്രയും തന്നിട്ടുണ്ട്. സോ ഇത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 4 ബാർ മെക്കാനിസം വരയ്ക്കുക എന്നുള്ളതാണ്. സോ അത് ചിലപ്പോൾ ഫുൾ സ്കെയിലിൽ വരയ്ക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നോക്കിയേ, ഇതിപ്പോൾ എത്രയാണ്? AB 30 mm. 30 mm എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്കെയിലിൻ്റെ 2 ഇരട്ടി വലിപ്പം വരും ഈ ABക്ക് തന്നെ. പിന്നെ BC 360 mm, 36 സെൻറ്റിമീറ്റർ, CD 36 സെൻറ്റിമീറ്റർ, AD 600 mm. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ടത്, എനിക്ക് ഈ ഫിഗർ അതേപടി വരയ്ക്കാൻ പറ്റുമോ? നോക്കി, ഇവിടെ അതേപടി വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഡയമെൻഷൻസ് എല്ലാം നമ്മളുടെ ബുക്കിൽ ഒതുങ്ങുന്നതിനേക്കാൾ വലുതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫിഗർ സ്കെയിൽ ഡൗൺ ചെയ്യണം. സോ ഫിഗർ സ്കെയിൽ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് സ്കെയിലിൽ വരയ്ക്കണം. അതായത് ഇത് ഇതേപടി വരയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഫിഗറിനെ ഒന്ന് ചെറുതാക്കും. അതിനെ സ്കെയിൽ ഡൗൺ ചെയ്യുക എന്ന് പറയും. സോ സ്കെയിൽ ഡൗൺ ചെയ്ത് വരയ്ക്കണം, എങ്കിലേ നമുക്ക് പേപ്പറിൽ ഒതുങ്ങത്തുള്ളൂ. അപ്പോൾ അത് തന്നിരിക്കുന്ന ഡയമെൻഷൻസ് നോക്കുക. 300 mm, 360 mm, 160 mm, 600 mm. നമ്മൾ ഡയമെൻഷൻസ് ഉദ്ദേശിക്കുന്ന ഈ ലെങ്തുകളാണ്. ഇതിനെയാണ് സ്കെയിൽ ചെയ്യുന്നത്. ആംഗിൾസിനെ ആരും സ്കെയിൽ ചെയ്യാറില്ല. ഡയമെൻഷൻസിനെയാണ് സ്കെയിൽ ചെയ്യുന്നത്. സോ ആംഗിൾസിനെ നമ്മൾ സ്കെയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡയമെൻഷൻസ്, തന്ന ഡയമെൻഷൻസിൽ ഏറ്റവും വലിയ ഡയമെൻഷനും ഏറ്റവും ചെറിയ ഡയമെൻഷനും ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ ഡയമെൻഷൻ ഏതാ? ഏറ്റവും വലിയ ഡയമെൻഷൻ ഇതാണ്. ഏറ്റവും വലിയ ഡയമെൻഷൻ. ഏറ്റവും ചെറിയ ഡയമെൻഷൻ ഏതാ? സോ ഇതാണ് ഏറ്റവും ചെറിയ ഡയമെൻഷൻ. സോ ഈ വലിയ ഡയമെൻഷനും ചെറിയ ഡയമെൻഷനും നിങ്ങൾ സ്കെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഈ കേസിൽ നമ്മളുടെ ബുക്കിൽ ഒതുങ്ങാത്തതുകൊണ്ട് നമ്മൾ ഫിഗറിനെ ചെറുതാക്കിയാണ് വരയ്ക്കാൻ പോകുന്നത്. സോ അങ്ങനെ ചെറുതാക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗറിലെ ഏറ്റവും ചെറിയ ഡയമെൻഷൻ തീരെ ചെറുതായി പോകരുത്. തീരെ ചെറുതായി പോയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചെറുതാക്കി കാണാൻ മേലാത്ത അവസ്ഥയായി പോകരുത്. അങ്ങനെ വേണം സ്കെയിൽ തീരുമാനിക്കാൻ. വലിയ ഡയമെൻഷന് പ്രശ്നമൊന്നുമില്ല. വലിയ ഡയമെൻഷൻ ചെറുതാക്കിയാലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിലെ ഏറ്റവും ചെറിയ ഡയമെൻഷൻ ഉണ്ടല്ലോ, അത് ചെറുതാക്കിയാലും തീരെ കാണാൻ മേലാത്ത അവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ ജനറലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത്, അതായത് സാധാരണ, അതായത് ഞാനിപ്പോൾ ഇവിടെ അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരാം എങ്ങനെ സ്കെയിൽ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ ഡയമെൻഷനാണ് ഞാൻ എടുക്കുന്നത്. ഏറ്റവും ചെറിയ ഡയമെൻഷൻ എടുക്കുമ്പോൾ, ഏറ്റവും ചെറിയ ഡയമെൻഷനും വലിയ ഡയമെൻഷനും ഞാൻ എഴുതുവാണ്. ഏറ്റവും ചെറിയ ഡയമെൻഷൻ എന്ന് പറയുന്നത് 300 mm. ഏറ്റവും വലിയ ഡയമെൻഷൻ എന്ന് പറയുന്നത് 600 mm ആണ് കേട്ടോ. അത് ഓർത്തോണേ, യൂണിറ്റ് മറക്കരുത്. യൂണിറ്റ് കൺവേർഷനൊക്കെ അറിഞ്ഞിരിക്കണം, ഇതില്ലെങ്കിൽ വലിയ പണിയാവും. അതായത് 10 mm എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ് എന്നും, അതുപോലെ 1000 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ട, ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഇത്ര ഓർത്താൽ മതി. ബേസിക് കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം.
1 സെൻറ്റിമീറ്റർ നിങ്ങൾ സ്കെയിൽ നോക്കുക. സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര ചെറിയ വരകളുണ്ട്? 10 എണ്ണം ഉണ്ട്. സോ അതാണ് 10 മില്ലിമീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മീറ്ററിലേക്കുള്ള കൺവേർഷനും അറിഞ്ഞിരിക്കണം. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. 1 മീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്ററാണ്? 1000 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരുന്നേക്കണം. അപ്പോൾ അത് ഞാൻ ഇവിടെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന്, അറിയില്ലാത്തവരുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് എൻ്റെ മിസ്റ്റേക്ക്, ഞാനൊന്ന് ചിരിച്ചു. ശരിയാണ്, അറിയില്ലാത്തവരുണ്ട്. ശരിക്കും അത് അറിയണം, കാരണം നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, S5 ആയവരാണ്. ബേസിക് കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. അത് ഇതുവരെയും അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഫെയിലിയറാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് അതൊരു വലിയ കുറ്റമൊന്നും അല്ല. പോട്ടെ, ഇനിയെങ്കിലും അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിപ്പോൾ പലർക്കും ഇത് കേൾക്കുമ്പോൾ അതൊരു തമാശയായിരിക്കാം, പക്ഷേ നിങ്ങൾക്കിടയിൽ കൺവേർഷൻ അറിയാത്തവരുണ്ട്, അതെനിക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ സെമ്മിലാണെങ്കിലും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സും അങ്ങനെയുള്ളവരെല്ലാം ഇതുപോലെ നമ്മുടെ ക്ലാസ്സുകളിൽ ഇതുപോലെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം പ്രശ്നം ബേസിക് കൺവേർഷൻ ആണെന്നുള്ളത്. സോ ഇത്രയും ഓർത്തിരിക്കുക. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായി? 1000 മില്ലിമീറ്ററായി. സോ അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്ററും ആവാം, 100 സെൻറ്റിമീറ്ററും ആവാം. എല്ലാം ഈക്വലാണ്, പല യൂണിറ്റ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ബേസിക് കൺവേർഷൻ. അപ്പോൾ ഞാനിതിനെ 300 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 30 സെൻറ്റിമീറ്റർ. ഇതോ 60 സെൻറ്റിമീറ്റർ. ഈ സെൻറ്റിമീറ്ററിലേക്ക് ഞാൻ മാറ്റാനുള്ള കാര്യം, സെൻറ്റിമീറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പിക്ചറൈസ് ചെയ്യാം, കാരണം സ്കെയിൽ കയ്യിലുണ്ടല്ലോ. 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സാധാ 15 സ്കെയിലിൻ്റെ 2 ഇരട്ടി. 60 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സാധാ സ്കെയിലിൻ്റെ 4 ഇരട്ടി. സോ ഈ 30ഉം 60ഉം ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും നോട്ട് ബുക്കിൽ വരയ്ക്കാൻ പറ്റത്തില്ലെന്നല്ല, പറ്റും, പക്ഷേ ബുക്കിൽ ഒതുങ്ങാനുള്ള സാധ്യത വളരെ കുറവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്കെയിൽ കുറയ്ക്കുമ്പോൾ എങ്ങനെ കുറയ്ക്കാം? ഏതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം? ഞാനൊരു കണക്ക് ഞാൻ പറയാം. ഞാൻ ഈ 30 സെൻറ്റിമീറ്ററിനെ, അതായത് റിയൽ ലൈഫിൽ 30 സെൻറ്റിമീറ്റർ ഉള്ള ഫിഗറിലെ ലിങ്കിനെ ഞാൻ 3 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. 3 സെൻറ്റിമീറ്റർ ആട്ടോ. അതുപോലെ തന്നെ ഈ 60 സെൻറ്റിമീറ്റർ, റിയൽ ലൈഫിൽ 60 സെൻറ്റിമീറ്റർ ഉള്ള ലിങ്കിനെ ഞാൻ 6 സെൻറ്റിമീറ്റർ ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ സൈസ് കുറയ്ക്കുവാണ്. 30 സെൻറ്റിമീറ്ററിന് 3ഉം 60 സെൻറ്റിമീറ്ററിനെ 6ഉം ആയിട്ട് സൈസ് ഞാൻ കുറച്ച് വരയ്ക്കുവാണ്. അപ്പോൾ പടത്തിനെ ഞാൻ എത്ര ടൈംസ് ചെറുതാക്കി? 30നെ 3ആയിട്ട് കുറച്ചു. സോ ബുക്കിൽ 3 സെൻറ്റിമീറ്റർ ഉള്ള സാധനം റിയൽ ലൈഫിൽ എത്രയാവണമെന്ന് അറിയണമെങ്കിൽ, റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ മെക്കാനിസത്തിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യണം. അതായത് ആക്ച്വൽ ഡയമെൻഷനെ നമ്മൾ 10 ടൈംസ് ചെറുതാക്കിയാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടുത്തെ സ്കെയിൽ എന്ന് പറയുന്നത് 1:10 എന്ന് വിളിക്കാം. അത് മീൻ ചെയ്യുന്നത് നിങ്ങൾ വരച്ച പടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ആക്ച്വൽ മെക്കാനിസത്തിൽ അത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾ വരച്ച പടത്തിലെ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വൽ മെക്കാനിസത്തിൽ അപ്പോൾ എത്രയായിരിക്കും? അത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ വരച്ച പടത്തിലെ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ? 60 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് സ്കെയിൽ തീരുമാനിക്കുന്നത്. സോ സ്കെയിൽ എഴുതുമ്പോൾ ഇപ്പോൾ ഈ കേസിൽ ഇവിടെ സ്കെയിൽ 1:10 ആണ്.
എന്ന് വെച്ചാൽ നിങ്ങൾ വരച്ച, അതായത് നിങ്ങൾ ഫിഗർ വരയ്ക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇവിടെ വേണം സ്കെയിൽ എഴുതാൻ. സ്കെയിൽ 1:10. ഇത് മീൻ ചെയ്യുന്നത് നിങ്ങൾ വരച്ച പടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റിയൽ ലൈഫിലെ 10 സെൻറ്റിമീറ്റർ ആണ്, റിയൽ മെക്കാനിക്സത്തിലെ 10 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ഓക്കെ, അപ്പം അതായത് ശരിക്കും നമ്മളിവിടെ പടം ചെറുതാക്കിയാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്കെയിൽ 1:10 വന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഇത്രയൊന്നും സ്കെയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഗ്രാഫിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സ്പ്ലനേഷൻ ഉണ്ടെന്നറിയാം. മേ ബി ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ ആയിരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഒന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. സ്കെയിൽ അപ്പോൾ ഇവിടെ 1:10. ഇതിൽ സംശയങ്ങളുണ്ടാവാം, ചോദിച്ചോളൂ. അത് ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ വാട്സാപ്പിലൂടെ ചോദിച്ചോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം. അല്ലാതെ എനിക്കറിയാം കുറേ സംശയങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. സാധാരണ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. ഓ ശരിയാണല്ലോ, അതെന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു എന്നിരിക്കും. ലാസ്റ്റ് ആ ഒരു തെറ്റ്, ഞാൻ പറയുന്ന സംശയം എന്ന് പറയുന്നത് ഒരു തെറ്റായിരിക്കാം, നിങ്ങൾക്ക് മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക്, അതും സംശയം നമുക്ക് പറയാം. വെറുതെ ഞാൻ ആ നിങ്ങളുടെ മനസ്സിലില്ലാത്ത മിസ്റ്റേക്ക് നിങ്ങൾക്ക് തരുന്നില്ല. അതുകൊണ്ട് ഞാൻ വരാൻ സാധ്യതയുള്ള സംശയങ്ങളെ പറ്റിയൊന്നും പ്രോബ്ലത്തിൽ ഞാൻ പറയുന്നില്ല. തിയറിക്കകത്ത് പറയുന്ന പോലല്ല, പ്രോബ്ലത്തിൽ കൺഫ്യൂസിങ് ആയിപ്പോൾ. അതുകൊണ്ട് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. എപ്പോഴും അങ്ങനെയാണ്, പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം പറയണ്ടെന്ന് വെക്കും. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാട് കയറി ചിന്തിച്ചു പോകും. വെറുതെ എന്തിനാ അതൊക്കെ? നമുക്ക് ആപ്പാടെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ആ സമയത്ത് നല്ല രീതിയിൽ ആ സമയം നമുക്ക് വിനിയോഗിച്ചൂടെ? ഓക്കെ, നമ്മളിത് വരയ്ക്കാൻ പോവുകയാണ്. ഈ മെക്കാനിസം വരയ്ക്കുകയാണ്. അപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്താണല്ലോ വരയ്ക്കുന്നത്. സോ ആ സ്കെയിൽ എത്രയാണെന്നുള്ളത് മുകളിൽ 1:10 എന്നുള്ളത് മുകളിൽ എഴുതണം. ഇനി ഈ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് എല്ലാം ഒറിജിനൽ ഡയമെൻഷൻസാണ്. അവയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് AB നമ്മൾ ഏത് സ്കെയിലാണോ വരയ്ക്കുന്നത് ആ സ്കെയിലിലേക്കൊന്ന് മാറ്റി എഴുതുന്നത് നല്ലതാണ്. സോ സ്കെയിലിലേക്ക് മാറ്റി എഴുതുമ്പോൾ 300 മില്ലിമീറ്റർ ഉള്ള AB 1:10 സ്കെയിലിൽ എടുക്കുമ്പോൾ എത്ര വേണം? 300 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ. 1:10 ആകുമ്പോൾ 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതണമെന്നില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതണ്ട, സൈഡിൽ നിങ്ങൾ എഴുതണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നോളൂ. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ തന്നെ എഴുതുവാണ്. സോ അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഏത് ലെങ്തിലാണ്? AB വരയ്ക്കേണ്ടത് 3 സെൻറ്റിമീറ്റർ വരയ്ക്കണം. BC വരയ്ക്കേണ്ടതോ 3.6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കണം. CD വരയ്ക്കേണ്ടതും 3.6 സെൻറ്റിമീറ്റർ. AD വരയ്ക്കേണ്ടത് 6 സെൻറ്റിമീറ്റർ. അത് നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും, തെറ്റാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് അത് വേണ്ട. ക്വസ്റ്റ്യനിൽ തന്നെ വേണമെങ്കിൽ മാർക്ക് ചെയ്തോളൂ. ഇതിപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞിരുന്നത്. അതല്ല എങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. രണ്ടാമത്തെ പ്രോബ്ലം ആക്കി കഴിയുമ്പോഴത്തേന് ഇത്രയൊന്നും എക്സ്പ്ലനേഷൻസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. സോ ഇത്രയും ചെയ്തിട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുകയാണ്. വരയ്ക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സഡ് ആയിട്ടുള്ള ലിങ്ക് ആദ്യം വരയ്ക്കുക. സോ ഹൊറിസോണ്ടലായിട്ട്, അതാ ബുക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ എഡ്ജിലെ എഡ്ജിന് സ്കെയിൽ പാരലായിട്ട് മുകളിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് മാറി ADയുടെ ഡിസ്റ്റൻസ് എത്രയാ? 600 മില്ലിമീറ്റർ ആണോ 6 സെൻറ്റിമീറ്റർ ആണോ വരയ്ക്കേണ്ടത്? 6 സെൻറ്റിമീറ്റർ വരയ്ക്കണം. കാരണം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്കെയിൽ 1:10 എടുത്തത്. അടുത്ത സ്റ്റെപ്പ് ഈ Aയിൽ പ്രൊട്രാക്ടർ വെച്ച് ആംഗിൾ BAD എത്രയാണ്? 60 ഡിഗ്രി. സോ 60 ഡിഗ്രി എടുത്തൊരു ലൈൻ വരയ്ക്കുക. ചുമ്മാ അങ്ങ് വരച്ചുവിട്ടേക്കുക. ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൽ AB ഡിസ്റ്റൻസ് അത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 300 മില്ലിമീറ്റർ. സോ അത് ഈ ഫിഗറിലേക്ക് വരുമ്പോൾ എത്രയാവും? 3 ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതാണ് B എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് ലിങ്ക് BCയുടെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 360 മില്ലിമീറ്റർ. സോ നമ്മൾ സ്കെയിൽ എടുത്ത് വരയ്ക്കുന്നുണ്ട്. എത്രയാണ് നമ്മൾ എടുക്കേണ്ടത്? 3.6 സെൻറ്റിമീറ്റർ. ഈ ബിയിൽ കുത്തിക്കൊണ്ട് BC 3.6 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് കോമ്പസിലൊരു ആർക്ക് ആവുന്നത്. ഓക്കെ, സോ ബിയിൽ കുത്തിക്കൊണ്ട് ഈ ബിയിൽ കുത്തിക്കൊണ്ട് 3.6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതവിടെ കിടന്നോട്ടെ. ഇനി തിരിച്ച് നേരെ ഡിയിലേക്ക് വരിക. ഈ ലെങ്ത് എത്രയാ?
ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലിങ്ക് സി ഡിയും എത്രയാണ്? 3.6 സെൻറ്റിമീറ്റർ ആണ്. സോ 3.6 സെൻറ്റി ലിങ്ക് എടുത്ത് ഡിയിൽ കുത്തി, ഈ പോയിന്റിൽ കുത്തി, ഇവിടെ കുത്തി ഒരാൾക്ക് കട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ സി എന്ന് പറയുന്ന പോയിന്റ്. ഇനി ജോയിൻ എ ബി, ബി സി ആൻഡ് സി ഡി. ഇപ്പം നിങ്ങൾ ഈ കോമ്പസിൻ്റെ ആർക്കൊക്കെ ഇല്ലേ, ഇതൊക്കെ ലൈറ്റ് ലൈൻസേ പാടുള്ളൂ. ശരിക്കും ഫിഗർ കാണുമ്പോൾ എന്താ നോക്കിയാൽ ഇതുപോലെ 4 ബാർ മെക്കാനിസം മാത്രമേ ഡാർക്കായിട്ട് കാണാൻ പറ്റാവുള്ളൂ. പിന്നെ അതിൻ്റെ പേരും ആംഗിൾസും എല്ലാം, ബാക്കി എല്ലാം ലൈറ്റ് ലൈൻസ് ആയിരിക്കണം. അപ്പോൾ വരയ്ക്കുമ്പോൾ കട്ടി കൂട്ടിയും കുറച്ചും വരച്ചോളുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ 4 ബാർ മെക്കാനിസം വരയ്ക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഇപ്പോൾ ഈ വരച്ചതിൻ്റെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സൈഡിലൊരു ഫിഗർ വരച്ചത്. അല്ലാതെ രണ്ടെണ്ണം ഒന്നും വരയ്ക്കണ്ട, അങ്ങനെയൊന്നും ചിന്തിച്ച് കളഞ്ഞേക്കരുത്. എനിക്ക് ഇതേ തന്നെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനായിട്ട് വേറൊരെണ്ണം വരച്ചതാണ്. ഓക്കെ, സോ ഈ കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ലിങ്കുകളിൽ ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി എന്ന് പറഞ്ഞ വെലോസിറ്റി വി കണ്ടുപിടിക്കണം. സോ അതിന് നിങ്ങളപ്പോൾ നോക്കേണ്ടത് അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ മെക്കാനിസത്തിലെ ഏതെങ്കിലും ഒരു ലിങ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇതാ ഇവിടെ ഇതിപ്പോൾ എടുത്തു വെച്ചതാണ്. ഇതിൽ അഡീഷണലായിട്ട് തന്നിരിക്കുന്നത് നോക്കിയേ, ഇത് ക്രാങ്ക് എ ബി ഹാസ് ആൻ ആംഗുലാർ വെലോസിറ്റി 10 റേഡിയൻസ് പെർ സെക്കൻഡ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ ബി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി കറങ്ങുന്ന ഡയറക്ഷൻ. സോ ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതിനാണ് ഇവിടെ ആരോ ഇട്ടിരിക്കുന്നത്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗുലാർ വെലോസിറ്റി 10 റേഡിയൻസ് പെർ സെക്കൻഡിൽ കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒമേഗ തന്നിരിക്കുന്നത്, ഒമേഗ ഏതിൻ്റെ ഒമേഗ വേണേൽ അങ്ങനെയും കൂടെ എഴുതാം. ഒമേഗ എ ബി ഈക്വൽ ടു, ഇത് വെക്ടർ ഒന്നും അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതിങ്ങനെ എഴുതുമ്പോൾ എന്തിനാണ് ഇവിടെ ക്യാപിറ്റൽ എഴുതിയത്? സാർ ഇന്നലെ പറഞ്ഞല്ലോ സ്മോൾ ലെറ്റർ എഴുതേണ്ടതെന്ന് പറഞ്ഞല്ലോ. അത് വെക്ടറിൻ്റെ കേസല്ല. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ അല്ല, ലീനിയർ വെലോസിറ്റി ആണ് വെക്ടർ. ആംഗുലാർ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. സോ ഒമേഗ എ ബി ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന എത്രയാ? 10 റേഡിയൻ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് തന്നിട്ടുണ്ട് എ ബിയുടെ ലെങ്ത് ഇതാ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി എത്രയാ? 300 മില്ലിമീറ്റർ. 300 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാ? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്ര മീറ്ററാ? 0.3 മീറ്റർ. സോ ഇത് വെച്ചുകൊണ്ട് ലിങ്ക് എ ബിയുടെ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കുക. അതാണ് ഇതാ ഈ എഴുതിയിരിക്കുന്ന VBA is equal to angular velocity omega in radians per second into length of the link AB in meter. അതായത് 10 into 0.3, that is 3 meter per second. ഓക്കെ, സോ അത്രയും കണ്ടുപിടിച്ചു. സോ VBA, ആ പേര് മാറിപ്പോകരുത്. എന്തുകൊണ്ട് VBA എന്ന് വന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കിതിനെ ചിന്തിച്ചാൽ മതി. ഇവിടെ VBAയുടെ കേസിൽ വേറൊരു രീതിയിൽ നമുക്ക് ഇത് ചിലപ്പോൾ ഇന്നലെ പറഞ്ഞതിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടാവാം. അത് അങ്ങനെയല്ല എങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതെന്താ രീതി എന്ന് വെച്ചാൽ ഈ മെക്കാനിസത്തിൽ, അപ്പോൾ ഈ അതാണ് ഞാൻ പറഞ്ഞ പ്രോബ്ലം പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവുമെന്ന് പറയാൻ കാരണം, ഈ ലിങ്കിൽ ഫിക്സഡ് പോയിന്റ് ഏതായിരിക്കും? എ അല്ലേ? ആ പോയിന്റ് അവിടെ വെച്ചല്ലേ ലിങ്ക് എ ബി കറങ്ങുന്നത്, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. മൂവിങ് പോയിന്റ് ഏതായിരിക്കും? ബി. സോ മൂവിങ് പോയിന്റ് ആദ്യം വരിക, ഫിക്സഡ് പോയിന്റ് രണ്ടാമത് വരിക, അങ്ങനെയും ഇതിനെ എഴുതാം. ഓക്കെ, സോ VBA എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഒരു പോയിന്റ് ഇടുക, ഒരു സ്പേസ്, നല്ല സ്പേസ് ചുറ്റിനുള്ള ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും നടുക്കായിട്ടൊരു പോയിന്റ് ഇടുക. ആ പോയിന്റിന് ഈ മെക്കാനിസത്തിലെ ഫിക്സഡ് ലിങ്കുകളുടെ പേര് എന്താ? ഫിക്സഡ് ലിങ്കുകളുടെ പേര് എയും ഡിയും. അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ സ്മോൾ ലെറ്ററിൽ വേണം കൊടുക്കാൻ. A, D. എയും ഡിയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ പോയിന്റിനെയാണ്. ഒറ്റ പോയിന്റിൻ്റെ പേരാണ് രണ്ടും, A and D. സോ ഒരു പോയിന്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ, ഒരു പോയിന്റ്. ഇനി
ഈ പോയിന്റിൽ നിന്നും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ലിങ്ക് എ ബിയുടെ വെലോസിറ്റി വെക്ടർ, ഇപ്പോൾ ഈ കണ്ടുപിടിച്ചത് ഇതൊരു വെക്ടറാണ്, ഇത് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ഈ വെലോസിറ്റി വെക്ടർ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഏതൊരു ലിങ്കിൻ്റെയും വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഈ എ ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ലിങ്ക് എ ബി പറയാം, നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ളതാണ്. ഈ പോയിന്റിൽ നിന്നും ലിങ്ക് എ ബിക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതെങ്ങനെ വരയ്ക്കും? സിമ്പിളാണ്. സെറ്റ് സ്ക്വയർ ഇവിടെ വെക്കുക. സെറ്റ് സ്ക്വയർ എടുത്ത് സെറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കത്തില്ലേ? സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്കെയിലും വെക്കുക. ഇങ്ങനെ ഉണ്ടോ? ഇനി ഈ സ്കെയിലിൻ്റെ ഇവിടെ കൂടെ നിങ്ങൾ സ്കെയിൽ ഏത് ലൈൻ വരച്ചാൽ ആ ലൈൻ എന്ന് പറയുന്നത് ഏതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? ലിങ്ക് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ആ ലൈന് സ്കെയിൽ പതുക്കെ മാറ്റി ഇവിടെ കൊണ്ടുവന്നതാണ്ടേ ഈ പോയിന്റിലൂടെ അങ്ങ് വരച്ചു വെക്കുക. അത് ഇങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. ഇതാണ് ആ പോയിന്റ്. ഞാൻ ഇവിടെ നിന്ന് ഇതാണ് ആ പോയിന്റ് മാർക്ക് ചെയ്തേക്കാം. അത് ഇവിടുന്ന് ഇങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആവാം, അത് നമുക്കറിയത്തില്ല. ഇനി വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ഇപ്പം പറഞ്ഞത്. വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ഇവിടുന്ന് ഇങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. സോ ഇങ്ങോട്ടാണോ എന്ന് തീരുമാനിക്കുന്നത് ലിങ്ക് എ ബിയുടെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ആംഗുലാർ വെലോസിറ്റി എങ്ങോട്ടാ? ഒമേഗ എങ്ങോട്ടാ? ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതായത് താഴോട്ട്. സോ ഇവിടെ വെലോസിറ്റി വെക്ടർ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? പുറകോട്ട് പോകുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നും കൂടെ പറയാം, ആംഗുലാർ വെലോസിറ്റി എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട്. സോ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ട്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം ആംഗുലാർ വെലോസിറ്റി എങ്ങോട്ടാ? ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ് വെലോസിറ്റി വെക്ടർ ആക്ട് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് ഇത് വേണ്ട. അത് മൊത്തം നമുക്ക് അത് വേണ്ടത് മാത്രം വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഇത്രയായി, ഡയറക്ഷനായി എങ്ങോട്ടാണെന്നുള്ളത്. ഇനി തീർന്നില്ല, ഇതിന് ലെങ്തും കൂടെയുണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്. ഈ വെലോസിറ്റി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 3 മീറ്റർ/സെക്കൻഡ്. സോ ആ 3 മീറ്റർ/സെക്കൻഡിനെ ഞാനൊരു 3 സെൻറ്റിമീറ്റർ ആയിട്ട്, ഈ വെക്ടറിൻ്റെ ലെങ്ത് 3 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ടാണ് ഞാനിവിടെ അത് മാർക്ക് ചെയ്യുന്നില്ല. മാർക്ക് ചെയ്തേക്ക്, എന്നിട്ട് മായ്ച്ചു കളയാം. ഇത് 3 സെൻറ്റിമീറ്റർ എടുക്കും. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാ? 3 മീറ്റർ/സെക്കൻഡിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ വെക്ടർ വരച്ചു. ഞാനതങ്ങ് മായ്ച്ച് ഇപ്പം മായ്ച്ച് കളയുന്നില്ല, വൃത്തികേടാവുമെന്ന് തോന്നുന്നു, മായ്ച്ച് കളയാം. സോ ഇതാണ് ലിങ്ക് എ ബിയുടെ വെലോസിറ്റി വെക്ടർ. അപ്പോൾ നോക്കിയേ, ആ വെക്ടറിൻ്റെ ടെയിലിൽ നമുക്ക് പേരിട്ടിട്ടുണ്ട്, പക്ഷേ ഹെഡിന് പേരിട്ടോ? ഈ ലിങ്കിൻ്റെ ഇടേണ്ട പേരെന്താ? ബി, സ്മോൾ ലെറ്റർ ആണേ. ഓക്കെ, ഇത്രയായല്ലോ, ഇത്രയും വരയ്ക്കാം. ഇനി വെറുതെ കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് ഓർത്താണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഏതാ? ബി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ലിങ്ക് ബി സി. സോ അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ബി സിയുടെ വെലോസിറ്റി വെക്ടറാണ്. പക്ഷേ ബി സിയുടെ വെലോസിറ്റി വെക്ടർ വരയ്ക്കാനുള്ള ബി സിയുടെ ആംഗുലാർ വെലോസിറ്റിയോ ഇതുപോലെ കണ്ടുപിടിക്കാനുള്ള ബി സിയുടെ ആംഗുലാർ വെലോസിറ്റി നമുക്കറിയത്തില്ല. ബി സിയുടെ ലെങ്ത് നമുക്കറിയാം, പക്ഷേ ആംഗുലാർ വെലോസിറ്റി നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ബി സിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പെർപെൻഡിക്കുലർ ടു ലിങ്ക് ബി സി. അത് നമുക്കറിയാമല്ലോ. ഈ ബിയിൽ നിന്ന് ശ്രദ്ധിച്ചോളുക, ഈ ബിയിൽ നിന്ന് ലിങ്ക് ബി സി, ഈ ബിയിൽ നിന്ന് ഈ ബി സിക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ബി സിക്കൊരു പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് നേരെ ഇങ്ങനെ അങ്ങ് വരച്ചിട്ടേക്കുക. ഓക്കെ, നമുക്കറിയില്ല അത് ഇവിടുന്ന് ഇങ്ങോട്ടാണോ എന്ന് നമുക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് 2 സൈഡിലേക്ക് നമ്മൾ വരച്ചിട്ടത്. സോ ഇനി നമുക്ക് അടുത്ത ഏതായാലും സി ഡി ആണ്. പക്ഷേ സി ഡി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ബിയിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് കിട്ടണ്ടേ, എങ്കിലല്ലേ നമുക്ക് അവിടെ നിന്ന് സി വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ അവിടെ അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയോ? ഇല്ല. അപ്പോൾ നമുക്ക് പ്രശ്നമായി, നമ്മൾ സ്റ്റക്കായി. അപ്പം എന്ത് ചെയ്യണം? തിരിച്ചു വരണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാൻ മേലെങ്കിൽ നേരെ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ഈ ലിങ്ക് നോക്കുക. ഇതിനെ റെപ്രസെൻ്റ് ചെയ്തല്ലേ ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ടേക്കുന്നത്.
ഇവിടെ എയും ഡിയും ഉണ്ട്, ഇവിടെയും എയും ഡിയും ഉണ്ട്. സോ ഈ പോയിന്റിൽ നിന്നും ലിങ്ക് സി ഡിക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ ഇവിടുത്തെ സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നിട്ട്, കാരണം ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് നമ്മളുടെ എയും ഡിയും ഉള്ളത്. സോ ഡിയിൽ നിന്നാണ് ലിങ്ക് സി ഡി പോയിരിക്കുന്നത്. സോ ഇവിടെ നിന്നുകൊണ്ട്, ഈ പോയിന്റിൽ നിന്നുകൊണ്ട് ലിങ്ക് സി ഡിക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടെ നിന്നുകൊണ്ട് ലിങ്ക് സി ഡിക്ക് ഒരു പെർപെൻഡിക്കുലർ. ഓക്കെ, നോക്കിയേ എങ്ങോട്ട് വരച്ചപ്പോഴാണ് അതൊരു ട്രയാങ്കിൾ ആയത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചുകൊണ്ടല്ലേ അതൊരു ട്രയാങ്കിൾ ആയത്? സോ ആ ലൈനുകളാണ് നമുക്ക്, അതാണ് എങ്ങോട്ട് വരച്ചപ്പോഴാണോ അത് ട്രയാങ്കിൾ ആയത് അങ്ങോട്ടേക്ക് ആരോ ഇടുക. ഓക്കെ, ഇത് നമ്മൾ എന്തായിരുന്നു വരച്ചത്? വി ബി എ ആയിരുന്നു വരച്ചത്. വി ബി എ ആയിരുന്നു നമ്മൾ വരച്ചത്. സോ ഇത് ബി സി. സോ നമുക്കിപ്പോൾ കിട്ടി ലിങ്ക് ബി സിയുടെ വെലോസിറ്റി വെക്ടർ ഇത് ലിങ്ക് ബി സി. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബി സി എന്ന് എഴുതാവോ എന്ന് ചോദിക്കും. ബി സി എന്ന് എഴുതാം, വി സി ബി എന്ന് എഴുതാം. കാരണം ഇവിടെ ഈ പോയിന്റും മൂവിങ് ആണ്. അതുകൊണ്ട് ഏതും എഴുതാം. നേരത്തെ ഞാൻ പറഞ്ഞു മൂവിങ് പോയിന്റ് ആയിരിക്കണം ആദ്യമേ എഴുതേണ്ടത്, ഫിക്സഡ് പോയിന്റ് ആണ് രണ്ടാമത് എഴുതേണ്ടത്. ഈ കേസിൽ ബിയും സിയും മൂവിങ് ആണ്, ഒന്നും ഫിക്സഡ് അല്ല. സോ വി ബി സി എന്ന് എഴുതാം, വി സി ബി എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ത് പേര് അതിന് കൊടുക്കുക? ഇവിടെ സി ആണ് മൂവിങ്, ഡി ആണ്, വി സി ഡി. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മളിത് എങ്ങനെയായിരുന്നു ഈ വി ബി എ വരച്ചത്? വി ബി എ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അതിനെ എത്ര സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ വരച്ചത്? 3 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ വി ബി സിയും വി സി ഡിയും കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ, ഡയറക്റ്റ്ലി പെൻസിൽ അല്ല സ്കെയിൽ വെച്ച് ഇത് മെഷർ, ഇതാ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക. സോ ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കറക്റ്റ് അപ്പം വെലോസിറ്റി അപ്പോൾ എത്രയായിരിക്കും? നമ്മൾ 3 മീറ്റർ പെർ സെക്കൻഡിനെ 3 സെൻറ്റിമീറ്റർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇത് മെഷർ ചെയ്യുമ്പോൾ 2 സെൻറ്റിമീറ്റർ കിട്ടിയാൽ വെലോസിറ്റി അപ്പോൾ എത്രയായിരിക്കും? 2 മീറ്റർ പെർ സെക്കൻഡ്. ഇത് മെഷർ ചെയ്യുമ്പോൾ 1.6 സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ വി സി ഡി എത്രയായിരിക്കും? 1.6 മീറ്റർ പെർ സെക്കൻഡ്. റിവേഴ്സ് ചെയ്തോളുക, ഇവിടെ ചെയ്തതിൻ്റെ റിവേഴ്സ് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ലീനിയർ വെലോസിറ്റി ഓഫ് ക്രാങ്ക് വി ബി എ കണ്ടുപിടിക്കുന്നു. അത് വെച്ചുകൊണ്ട് വെക്ടർ എ ബി വരയ്ക്കുന്നു. അതിനുശേഷം ബി സിക്കൊരു പെർപെൻഡിക്കുലർ ചുമ്മാ അങ്ങ് വരച്ചു വിടുന്നു. പിന്നെ സി കിട്ടാത്തതുകൊണ്ട് സ്റ്റക്കാവുന്നു, തിരിച്ചു വരുന്നു. ഡിയിൽ നിന്ന് ലിങ്ക് സി ഡി ഉള്ളതുകൊണ്ട് ഈ ഡി ഇവിടെയും കോമൺ പോയിന്റ് ആണല്ലോ, എ അല്ലെങ്കിൽ ഡി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ആ ഒരു പോയിന്റിന്. സോ അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ സി ഡിക്ക് വരയ്ക്കുന്നു. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേക്ക് ആരോ വരയ്ക്കുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പേരാണ്, അത് മുമ്പേ പറയാൻ വിട്ടുപോയി, ഈ വരച്ചതിൻ്റെ പേരാണ് വെലോസിറ്റി പോളിഗൺ. സോ ഈ പ്രോബ്ലത്തിലെ സെക്കൻഡ് സ്റ്റേജാണ് വെലോസിറ്റി പോളിഗൺ വൃത്തിയായിട്ട് വരയ്ക്കുക എന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ വെലോസിറ്റി പോളിഗണും വരച്ചു. ഇനി വെലോസിറ്റി പോളിഗൺ വരച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി മെഷർ ചെയ്യുക. വെക്ടർ ബി സിയും വെക്ടർ സി ഡിയും ഡയറക്റ്റ്ലി മെഷർ ചെയ്യുക. ഓക്കെ, അത് എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. വെക്ടർ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? ഇത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. സോ ആ സെൻറ്റിമീറ്ററിനെ തിരിച്ച് പഴയപടി റിവേഴ്സ് സ്കെയിൽ ചെയ്യുക. സോ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 മീറ്റർ പെർ സെക്കൻഡ്. 2 സംതിങ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ്. അത്രയും കണ്ടുപിടിക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഓൾറെഡി ബി സി എത്രയാണെന്ന് കിട്ടി. ബി സി ഇവിടുന്ന് മെഷർ ചെയ്ത് കഴിയുമ്പോൾ ബി സി എന്ന് പറയുന്നത് 2.25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സി ഡി 2.1 സെൻറ്റിമീറ്റർ, അതായത് 2.1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2.1 മീറ്റർ പെർ സെക്കൻഡോ. ഞാൻ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈ വെക്ടർ ഡയഗ്രത്തിൻ്റെ ലെങ്ത് ആണ്. സോ അതിനെ നമ്മൾ തിരിച്ച് നമ്മളുടെ വെലോസിറ്റിയുടെ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ അത് 2.1 മീറ്റർ പെർ സെക്കൻഡ് ആവും. ഓക്കെ, സെയിം, ജസ്റ്റ് ഒന്നുമില്ലേ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്, അത്ര ഓർത്താൽ മതി നിങ്ങൾ.
സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾ വരച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ തന്നെ ആലോചിക്കുക, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്നാ സെൻറ്റിമീറ്റർ ആണോ? അല്ല, മീറ്റർ പെർ സെക്കൻഡ്. സോ അത് നമ്മൾ ചെയ്തത് നമുക്ക് ആ വെലോസിറ്റി പോളിഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. സോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കുക. സോ നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം. വി ബി സി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വി ബി സി എത്രയാണ്? 2 കറക്റ്റ് വാല്യൂ ആട്ടോ, അത് 2.25 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ ഇതിൽ നിന്ന് മെഷർ ചെയ്ത് കണ്ടുപിടിച്ചു. ഇതേ വി ബി സി എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പഠിച്ച ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ എന്താ? ഒമേഗ ബി സി ഇൻറ്റു ബി സി അല്ലേ? ഇതിൽ ഈ ബി സി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഒമേഗ ബി സി നമുക്ക് അറിയത്തില്ല. വി ബി സി 2.25 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ദെർഫോർ വാട്ട് ഈസ് ഒമേഗ ബി സി? ഒമേഗ ബി സി ഈസ് ഈക്വൽ ടു വി ബി സി ബൈ ബി സി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് സംശയിക്കൊന്നും വേണ്ട. ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഉപയോഗിച്ചാലും മതി. അത് ഏത് ഉപയോഗിക്കണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടറുകളെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് സ്മോൾ ലെറ്റർ ഉപയോഗിക്കുന്നത്. അത് നിർബന്ധമാണ് സ്മോൾ ലെറ്റർ ഉപയോഗിക്കണമെന്ന്. അതല്ലാതെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റലോ സ്മോളോ ഏത് ഉപയോഗിച്ചാലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ സ്മോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെക്ടർ ഉപയോഗിച്ചാണല്ലോ. അപ്പം രണ്ടും കൂടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുക. ടെക്സ്റ്റിൽ അവർ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ക്യാപിറ്റൽ തന്നെ ഉപയോഗിക്കുക. സോ ഒമേഗ ബി സി നമുക്ക് ബി സി എന്ന് പറയുന്നത് 6.25 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. ഇതുപോലെ തന്നെ ഒമേഗ സി ഡി ഇതുപോലെ തന്നെ എങ്ങനെ ഒമേഗ സി ഡി കണ്ടുപിടിക്കും? സെയിം സ്റ്റെപ്പ്. സോ ഓൾറെഡി ഈ ഡയഗ്രത്തിൽ നിന്ന് വി സി ഡി എത്രയാണെന്നുള്ളത് നിങ്ങൾ മെഷർ ചെയ്യും. വി സി ഡി എന്ന് പറയുന്നത് 2.1 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 2.1 സെൻറ്റിമീറ്റർ ആയി കിട്ടുന്നത് നിങ്ങൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിൽ എഴുതണം. സോ വി സി ഡി എന്ന് പറഞ്ഞാൽ എന്താ? വി സി ഡി ഈസ് ഓൾസോ ഈക്വൽ ടു ഒമേഗ സി ഡി ഇൻറ്റു സി ഡി അല്ലേ? സോ ഇതിൽ സി ഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. വി സി ഡി നമുക്ക് വെലോസിറ്റി പോളികളിൽ നിന്ന് കിട്ടി. ഒമേഗ സി ഡി എങ്ങനെ കണ്ടുപിടിക്കുക? എന്താ? ഒമേഗ സി ഡി ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കുക. ഓക്കെ. പിന്നെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഓഫ് പോയിന്റ് സി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ വെലോസിറ്റി ഓഫ് പോയിന്റ് സി എന്ന് പറയുന്നത് തന്നെയാണ് ഈ സി ഡി. ചുമ്മാ ഒരു വെലോസിറ്റി ഓഫ് എ പോയിന്റ് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് വെലോസിറ്റി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദാറ്റ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് പോയിന്റ്. ചുമ്മാ ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് പോയിന്റ് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫൈൻഡ് വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബി സി ബി എടുക്കാൻ മേലായിരുന്നു. പക്ഷേ ബി ഫിക്സഡ് പോയിന്റ് ആണോ? അല്ല. ഇവിടെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡി ആണ്. സോ വി സി എന്ന് പറയുന്നത് ആ വെക്ടർ സി ഡി മെഷർ ചെയ്യുക. ഇത് എത്രയാണ്? 2.1 മീറ്റർ പെർ സെക്കൻഡ്. ഈ 3 ആൻസറും എഴുതി വെക്കുക. സോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒറ്റ പ്രോബ്ലമാണ്. ഇത് പാടാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നന്നായിട്ട് എൻ്റെ ഈ റെക്കോർഡിങ് വീണ്ടും പല ആവർത്തി കേട്ട് മനസ്സിരുത്തി മനസ്സിലാക്കി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് തന്നെ പോകണം. ഇന്ന് പഠിപ്പിച്ച സാധനം മനസ്സിലായില്ലെങ്കിൽ ഇനി നാളെ പഠിപ്പിക്കുന്നതും ഇനി അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകുന്നതും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോണില്ല. അപ്പോൾ ഇത് ഉറപ്പായിട്ട് സംശയങ്ങളുണ്ടാവും. കാരണം ഇത് ക്ലാസ്സിലല്ല എടുത്തിരിക്കുന്നത്, നമ്മൾ ഓൺലൈനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി സംശയം ചോദിക്കാം, അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇൻഡിവിജ്വലി വിളിച്ച് ചോദിക്കാം. അപ്പം ഇന്നലെയൊക്കെ ഓഡിയോ ആയിട്ട് ചോദിക്കുന്നവരുണ്ട്. ഓഡിയോ ആയിട്ട് ചോദിച്ചാൽ മതി, അതാകുമ്പോൾ എനിക്ക് സൗകര്യം പോലെ കണ്ട് അതുപോലെ ഓഡിയോ ആയിട്ട് റിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇന്ന് ഈ ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല. ഇത് ഇന്നിരുന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ അപ്പം വിളിച്ച് ചോദിച്ചു, അതല്ലെങ്കിൽ വാട്സാപ്പിൽ ഓഡിയോ ആയിട്ടോ ഞാൻ റിപ്ലൈ ചെയ്ത് തന്നോളാം, എനിക്കൊരു കുഴപ്പമില്ല. ഇത് മനസ്സിലാക്കിയേ പോകാവുള്ളൂ. ഇത് ഇപ്പം നിങ്ങൾക്ക് പാടാമെന്ന് തോന്നും, പക്ഷേ ഇത് നിങ്ങൾ പഠിച്ച് വൺസ് ഒരു 1, 2, 3 പ്രോബ്ലമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും മനസ്സിലാവും. ഇത് അത്ര പാടൊന്നുമല്ല മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, സംശയങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. പിന്നെ ഒന്നാമത് നമ്മൾ ബോർഡിലല്ല നമ്മൾ വരയ്ക്കുന്നത്, അതിൻ്റെ പോരായ്മകളുണ്ട്. എങ്കിലും മാക്സിമം ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഇത് ഒരു ബോർഡ് പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ, കാരണം പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ ഉണ്ട്. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം, സാർ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ
നമുക്ക് ടൂൾസൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും കൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയുക. കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്ത് ടൂൾ ഉണ്ടെങ്കിലും എനിക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്യുക. നമുക്കത് ഒരുമിച്ച് നമുക്കത് പഠിച്ച് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കി ചെയ്ത് വെക്കുക. താങ്ക് യു.